അടിയന്തരമായി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടതുണ്ട്. MLA സ്ഥാനത്തിന് ഇയാൾ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് വളരെ വേഗം വരേണ്ടതുണ്ട്. അതിനിയിപ്പോൾ നാളത്തെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച് മുൻകൂർ ജാമ്യം കിട്ടുമോ എന്ന് നോക്കാനുള്ള മുഹൂർത്തം കാത്തിരിക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിലേക്ക് എന്താണ് തടസ്സം വരുന്നതെന്നാണ് അറിയേണ്ടത്. എല്ലാ നേതാക്കൾക്കും ഏകാഭിപ്രായത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല ഈ ഘട്ടത്തിലും എന്ന് വേണം കരുതാൻ. ഇനിയിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട സാധാരണഗതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്ന കാര്യം എന്താണ്? ഞാൻ ഇവിടെ തന്നെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്, ഞാൻ ഇവിടെ തന്നെയുണ്ട്, ഞാൻ എങ്ങോട്ട് ഒളിച്ചോടി പോകുന്നില്ലെന്ന്. പക്ഷേ ഓടിക്കൊണ്ടിരിക്കുന്ന രാഹുലിനെ അല്ലേ ഇപ്പോൾ കണ്ടുപിടിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ വാദം അവിടെ നിൽക്കില്ല. ഇനി ആരെയും സ്വാധീനിക്കും, പ്രതികളെ സ്വാധീനിക്കുമെന്നുള്ള വിഷയം, സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ അയാൾക്ക് എത്രത്തോളം സ്വാധീനമുണ്ട് എന്നതിൻ്റെ തെളിവാണ് 3 കാറുകൾ മാറി മാറി അയാൾ ഇപ്പോൾ നാട് വിട്ടിരിക്കുന്നു. ഇപ്പോൾ എവിടെയാണുള്ളത്? തമിഴ്നാട്ടിലാണോ? ഇനി അയാൾ കർണാടകയിലാണോ? ഇതുവരെ അത് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പറയുന്നത് സർക്കാരിൻ്റെ കൂടെ വീഴ്ചയായി മാറുകയാണ്. കാരണം ഈ പരാതി ലഭിച്ചിട്ട് ഇങ്ങനെ ഓടേണ്ട സാഹചര്യം എന്തുകൊണ്ട് വരുന്നു? എന്തുകൊണ്ടാണ് അയാളെ കണ്ടെത്താൻ കഴിയാത്തത് എന്നൊരു ചോദ്യം വരുന്നു. അത്രയ്ക്കും സ്വാധീനമുള്ള ഒരാളാണ് എന്നാണോ അതിൽ നിന്ന് തെളിയേണ്ടത്? ഏതായാലും